അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങൾ ആണ്ടുശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വീണ്ടും ജന്മങ്ങളാണ് കൊടുക്കുന്നത്. ആ ജന്മങ്ങൾ നമുക്കുണ്ടാകണം. ആ ജന്മങ്ങൾ അടുത്ത ജന്മം നല്ല ജന്മം. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഒത്തിരി ആൾക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി നല്ല മനസ്സുള്ളവരുണ്ട്. പണ്ടത്തെ അതൊക്കെ അങ്ങ് പോയി. ദുരിത സമയങ്ങളിലാണ് മിക്കപ്പോഴും ആളുകൾ ഒരു ജ്യോത്സ്യനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു ജ്യോത്സ്യനെ എത്രത്തോളം അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റും? ദുരിത സമയങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ, ഞങ്ങൾ രാശി നോക്കുമ്പോൾ ആദ്യം ഞങ്ങൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം ഞങ്ങൾ ജ്യോതിഷത്തിൽ സർവേശ്വരകാരത്വം എന്ന് ചിന്തിക്കുന്ന ഗ്രഹമായിരിക്കുന്ന വ്യാഴം. ഈ വ്യാഴം അതിപ്പം മുസ്ലിം എൻ്റെ അടുത്ത് വന്നാലും ക്രിസ്ത്യാനി എൻ്റെ അടുത്ത് വന്നാലും ഞാൻ ഈ രാശി കൊണ്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ കൃത്യമായി അവരോട് ചോദിക്കും പള്ളിയിൽ പോകാറുണ്ടോ. അപ്പം ഒന്നെങ്കിൽ ആ ചേച്ചി അല്ലെങ്കിൽ അദ്ദേഹം പറയും ഇല്ല ഞാൻ എങ്ങനെ പോകാറില്ല. അപ്പം ഈ വ്യാഴം മറഞ്ഞു നിൽക്കാമെന്ന് പറയും. അപ്പോൾ സർവേശ്വരാണ് ദക്ഷിണ അസ്തിത്യം സാന്നിധ്യം സമാധിഷ്ണ അനുകൂല പ്രായ അനുകൂല സകലാചദേവ സൽപ്രാതികൂലോ സദിനാനുകൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. അപ്പം ഈ വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് ദുരിതമുണ്ടെങ്കിലും ദൈവാധീനമുള്ളതുകൊണ്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകൾ കൊണ്ട് അവർക്ക് ആ കടമ്പ കടന്നു പോകാൻ പറ്റും. അതേസമയം ഈ വ്യക്തിക്ക് ഈ വ്യാഴപ്രസാദം ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ വഴിപാടുകൾ എഴുതി കൊടുത്താൽ ഒരു പരിധി വരെ അതിന് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാനൊരു ഉദാഹരണത്തോട് കൂട്ടി പറയാം. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഒരു പെങ്ങളും അളിയനോട്, അതായത് മരിച്ചുപോയ ആളുടെയാണ് ഈ പറയുന്നത്, അതുകൊണ്ടാണ് ഈ പെങ്ങളും അളിയൻ എന്ന് പറഞ്ഞത്, ഒരു സ്ത്രീയും പുരുഷനോടെ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ അങ്ങനെ പ്രശ്നം നോക്കാറില്ല. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിലായതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ശാലം വിശ്രമിക്കാൻ വരുന്നതാണ്. അപ്പം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ജ്യോത്സ്യൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഹോമം ചെയ്യുമ്പോഴും പൂജ ചെയ്യുമ്പോഴും വന്ന് കാണുന്നത് അഴുക്കാണെന്നാണ്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ദുർനിമിത്തമായിട്ട് കാണണമെന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് സാരമില്ല, ഒന്ന് മയങ്ങിയതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്കൊരു രീതിയുണ്ട്. ഞാൻ ഈ വീട്ടിൽ നമ്മൾ കിടക്കുന്ന കട്ടിലെ കിടന്നുറങ്ങുകയാണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ചിട്ടേ എനിക്കൊരു മുറിയുണ്ട്, ആ മുറിയിൽ ഞാൻ കയറത്തുള്ളൂ. കാരണം എനിക്ക് കുറച്ച് വൃത്തി കൂടുതൽ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കി രാശി എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വ്യാഴം മറിഞ്ഞിരിക്കുക. ആങ്ങളയുടെ കല്യാണ സംബന്ധമായി, ജോലി സംബന്ധമായി, PSC ടെസ്റ്റ് സംബന്ധമായ ചോദ്യമൊക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഞാൻ ഈ വ്യാഴം മറിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു ഇതെന്തോ ഒരു ഇതുപോലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എവിടെയാണ് ഇനി ടെസ്റ്റ് എഴുതാനുള്ളത്? അപ്പോൾ ഇനി ദൂരെയാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ് സൂക്ഷിക്കണം, എന്തോ ഒരു ഇതുപോലെ ഈ വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നത്. എന്തോ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. കാരണം ഇപ്പോൾ ജ്യോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. പിന്നെ ഇയാളുടെ കയ്യിലല്ലേ ഇതെല്ലാം ഇരിക്കുന്നത് എന്നൊരു ഭാവമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ ആപത്തുണ്ട്, അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ലപോലെ സൂക്ഷിച്ചൊക്കെ പോവുക എടുക്കുകയും ചെയ്യും. പക്ഷെ അവർ ഒരു ജീപ്പ് മറിഞ്ഞ് ആ പുള്ളി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയായി എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഈ വ്യാഴപ്രസാദം ഒരു പ്രധാന വിഷയമാണ് ഈ ജ്യോതിഷത്തിലെ. അപ്പോൾ ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈശ്വരൻ്റെ ഒരു സർവ്വഗ്രഹങ്ങളുമുള്ള സാത്വികമായ ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ബൃഹസ്പതിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഇപ്പം പറയുവാണെങ്കിൽ നമ്മൾ ഈ മരണസംബന്ധമായ കാര്യങ്ങളിൽ ഞാൻ ഈ നാമ്പട ക്ഷേത്രത്തിലെ ഈ ഒഴിവുകളും കാര്യങ്ങളും അവിടെ വരുന്ന ആൾക്കാരുടെയും ആണ്ടുശ്രാദ്ധ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ മോക്ഷഗതിയെപ്പറ്റി ഉള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്, പെട്ടെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നതാണ് മോക്ഷം കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനോ ബുദ്ധിയോ അവർക്കുണ്ടോ എന്ന് നമുക്കറിയില്ല.
കാരണം ഇപ്പം രാശിപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷഗതിയെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ദീപാതീരത്തിൻ്റെ ഫലപ്രവചനത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് ഇത് കയറി വന്നതാണ്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് 12-ാം ഭാവത്തിൽ കൈലാസം രവി ശീതകു എന്നാണ്. കൈലാസം രവി ശീതകു. രവി എന്ന് പറഞ്ഞ സൂര്യൻ, ശീതകു ചന്ദ്രൻ. അപ്പം കൈലാസം 12-ാം ഭാവത്തിൽ സൂര്യനോ ചന്ദ്രനോ നിന്ന് കഴിഞ്ഞാൽ 12-ാം ഭാവം മോക്ഷരാശിയാണ്, നാശരാശി മോക്ഷരാശിയാണ്. അപ്പം ആ 12-ാം ഭാവത്തിൽ ഈ സൂര്യനും ചന്ദ്രനും നിന്ന് എന്താണ് ഫലം? കൈലാസത്തിൽ ഭഗവാന്റെ അടുത്ത് ചെല്ലുമെന്നാണ്. ആ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. കർമ്മം ചെയ്ത് നമ്മൾ ഇപ്പം ആൾക്കാർ ചോദിക്കും നമ്മുടെ അടുത്ത് മോക്ഷഗതി ആയോ, അത് പിന്നെ എവിടെ ഇരുത്തേണ്ട, ഇവർ അങ്ങോട്ട് കോട്ടയത്തോട്ടൊക്കെ അങ്ങനെയുണ്ട്, എവിടെ ഇരുത്തേണ്ടത് എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് എവിടെ ഇരുത്തേണ്ടതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൈലാസത്തിൽ ഇരുത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് താന്ത്രികപരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ ഈ പിതൃ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം അവിടെ ഒരു അമ്പലത്തിലും ഇരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളത് അങ്ങനെ ഇരുത്താൻ പറ്റുന്നതല്ലത്. കാരണം ജീവനെ എവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ നിന്ന് വന്നവരാണ് നമ്മളെല്ലാവരും, ഏത് മതസ്ഥരാണെങ്കിലും. അതാണ് വസുദൈവ കുടുംബകം. നമ്മൾ ഭഗവാനിൽ നിന്ന് വന്നവരാണ് നമ്മളല്ല. അപ്പം ആ ഭഗവാനിൽ തന്നെ നമ്മൾ എവിടെ ചെല്ലണം? തിരിച്ചു ചെല്ലണം. അങ്ങനെ തിരിച്ചു ചെല്ലാൻ എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പം സ്വാമിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആത്മീയ ആചാര്യന് പള്ളിയിലച്ഛൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ സ്വയമേവ ഈശ്വരനിൽ ചെല്ലും. അതാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ ചെല്ലാനായിട്ട് എല്ലാ ആൾക്കാർക്കും സാധ്യമല്ല. ആത്മീയമായി അവർ അത്രയും പക്വതയിൽ എത്തിയിട്ടില്ല. അവരെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയാണ് ഹിന്ദുമതത്തിൽ ഈ പറഞ്ഞ പോലെ ആണ്ടുശ്രാദ്ധവും ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് നടത്തി ബലികർമ്മം ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഭക്ഷണമാണ്. ബലി എന്ന് ഉദ്ദേശിക്കുക അത് പഞ്ചപിണ്ഡം ഒക്കെ വെച്ച് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നൊരു അടുത്ത എപ്പിസോഡിൽ പറയാം. അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫലപ്രവചന രീതിയിൽ മോക്ഷഗതി, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. കാരണം ഈ ഉണ്ട് മോക്ഷഗതി. പക്ഷെ ഈ എല്ലാവരും അങ്ങ് മോക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആരെയും കാണണ്ടേ? മനുഷ്യർ വേണ്ടേ? അപ്പം അങ്ങനെ മോക്ഷപ്പെടുന്നൊന്നുമില്ല. കാരണം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. അപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ, ആണ്ടുശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വീണ്ടും ജന്മങ്ങളാണ് കൊടുക്കുന്നത്. ആ ജന്മങ്ങൾ നമുക്കുണ്ടാകണം. ആ ജന്മങ്ങൾ അടുത്ത ജന്മം നല്ല ജന്മം. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നല്ലവരാണ്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഒത്തിരി ആൾക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറാണ് അല്ലേ? ഇപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാനാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും എന്ത് രീതിയിലും ഇപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി നല്ല മനസ്സുള്ളവരുണ്ട്. പണ്ടത്തെ അതൊക്കെ അങ്ങ് പോയി. അപ്പം അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ജ്യോതിഷം എന്ന് പറഞ്ഞ ഫലപ്രവചന രീതി ഏറ്റവും ഫലവത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ പിന്നെ ഇത് ശിഖിയുദ്ധ നരകം എന്ന് പറയുന്നുണ്ട്. ശിഖി 12-ാം ഭാവത്തിൽ നിന്ന് നരകത്തിൽ പോകുമെന്ന് പറയും. നരകം എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ കൈലാസത്തിൽ പോകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകവും ചിലപ്പം കാണുമായിരിക്കും അല്ലേ? പിന്നെ രാഹു ദൈത്യവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ദ്വീപുകളിൽ ജനിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആചാര്യന്മാർ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബുധോ വൈകുണ്ഠം ഗുരു സ ബ്രഹ്മലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മലോകത്തിൽ പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്, വൈകുണ്ഠത്തിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ഗ്രഹങ്ങൾ ആ രാശിയിൽ വരുന്നതനുസരിച്ചാണ് നമ്മൾ മോക്ഷഗതിയെ പറ്റി അവിടെ പറയുന്നത്. അപ്പം ഫലപ്രവചന രീതിയിൽ നമുക്കിതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിതെല്ലാം ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, നമ്മൾ മോക്ഷഗതി ഉണ്ടെങ്കിൽ വീണ്ടും ജനനവും ഉണ്ടാവാം. അപ്പോൾ ഒരാൾ നമ്മുടെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി ആണ് നമ്മളെല്ലാം പറയുന്നത്. ഇത് ഞാൻ അതിനൊരു ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു സാധനമാണ്. ഈ ഒരു മെക്കാനിക്കിന് ഒരാളുടെ ട്രാക്ടർ കേടായിപ്പോയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മെക്കാനിക്ക് വന്ന് ഈ ട്രാക്ടറിൻ്റെ ഏതോ ഭാഗത്ത് 2 അടി അടിച്ചു. ആദ്യം പുള്ളി കീട്ടൊന്ന് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു, ആയില്ല. അപ്പം ഈ മെക്കാനിക്ക് വന്ന് ആ ട്രാക്ടറിൻ്റെ ഏതോ ഭാഗത്ത് 2 അടി അടിച്ചു കഴിഞ്ഞാൽ പുള്ളി വീണ്ടും കേട്ട് സ്റ്റാർട്ടാക്കി വണ്ടി ഓടിച്ച് കാണിച്ചു. അപ്പോൾ പുള്ളി എടുത്ത് ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി ആ മെക്കാനിക്ക് പറഞ്ഞ 1000 രൂപയായിരുന്നു.
അന്നേരം പറഞ്ഞ് നിങ്ങൾ ഈ വന്ന് 2 അടി അടിച്ചതിനാണോ ഈ 1000 രജിസ്റ്ററിന്? അന്നേരം പറഞ്ഞ് ഞാൻ ഈ മെക്കാനിസം പഠിച്ച കാലത്ത്, ഞാൻ പഠനം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഇങ്ങനെ എത്തുന്നവരെ, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് യോഗ്യത നേടിയ കാലം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടാണ് ആ 2 അടി ഞാൻ അവിടെ അടിച്ചത് എന്ന് പറഞ്ഞ പോലെ ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ച്, ഒരു നല്ല ജ്യോത്സ്യൻ, അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരു ജ്യോത്സ്യനാണെങ്കിൽ അദ്ദേഹം ഈ ഒരാളുടെ ഗ്രഹനില കിട്ടിയാലും അല്ലെ പ്രശ്നം വയ്ക്കുന്ന സമയത്താണെങ്കിലും ഗഹനമായി ഊഹാപോഹപ്പെടുവാണ്. ഊഹാപോഹം വേണം ഇതിനകത്ത്. ഊഹാപോഹം ചുമ്മാ ഊഹാപോഹമല്ല, നമ്മൾ ഈ ഗ്രഹനില ഇതുമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ആ ഗ്രഹനില അംശം, ഗ്രഹങ്ങളുടെ മൗഢ്യമുണ്ട്, ഇതെല്ലാം ഒരു യഥാർത്ഥ നല്ല ജ്യോത്സ്യൻ രാവിലെ തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ടാണ് അയാൾ പ്രശ്നത്തിൽ ഇരിക്കുന്നത്. ഇതെല്ലാം അയാളുടെ മനസ്സിൽ കയറി വന്നിട്ടാണ് ഇദ്ദേഹം ഫലപ്രവചനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായി വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രീതിയിൽ ഫലപ്രവചനം ചെയ്തു കഴിഞ്ഞാൽ ഈ ശാസ്ത്രം വളരെ ഇനിയും ഡെവലപ്പായി വരും. കാരണം ഇപ്പോൾ പുതിയ പിള്ളേരാരും ഇത് പഠിക്കുന്നില്ല. പുരോഹിത കർമ്മങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിദ്യാഭ്യാസം നേടി വലിയ ജോലികളിലേക്ക്, ഇപ്പം കുറ്റമല്ല പറയുന്നത്, എൻ്റെ മക്കളെയും ചിലപ്പോൾ ഞാൻ അങ്ങനെയാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ജോലിയിലേക്കൊക്കെ വരുന്ന ഒരു നിയോഗമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ജ്യോത്സ്യനാകാൻ ആഗ്രഹിച്ച ആളല്ല, ഞാൻ വേറെ ജോലിയൊക്കെ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ദൈവം എനിക്ക് എൻ്റെ ജോലി ഇതാണ് എന്ന് ദൈവം എനിക്ക് കാണിച്ചത്. ഒരുപാട് പേർക്ക് വഴി തെളിച്ചു കൊടുക്കാൻ ഉറപ്പായിട്ടും 100 കണക്കിന് അതൊരു അനുഗ്രഹം തന്നെ. അത് ഉറപ്പായിട്ടും അതെ. അപ്പം അത് ഒത്തിരി ആൾക്കാർ ഈ കഴിഞ്ഞിടയ്ക്കൊരു ഈ കേരള ജ്യോതിഷം എന്നും പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ഇതുണ്ട്. അപ്പം അതിനകത്ത് ഒരാൾ ചോദിച്ചു, കോട്ടയത്ത് ഏതെങ്കിലും നല്ല ജ്യോത്സ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അത് കണ്ടു കാണും ചിലപ്പോൾ. അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ കോട്ടയത്ത് ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതെനിക്ക് ഭയങ്കര വേറൊന്നുമല്ല, എനിക്ക് ആൾക്കാർ എന്നെ അറിയുന്നു ഒന്നുമല്ല എനിക്ക് വിഷയം. ഒരാളെങ്കിലും പറഞ്ഞല്ലോ, ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ മേടിക്കുന്ന ഫീസ് ഉൾപ്പെടെ അവരതിനകത്ത് പറഞ്ഞു എന്നുള്ളത്, അതൊക്കെ എനിക്ക് ഭയങ്കര അത്രയ്ക്ക് അവർക്ക് എൻ്റെ ആ എന്തോ ഒരു പ്രവചന രീതിയൊക്കെ ഉറപ്പായിട്ടും വന്നിട്ട്. അതുപോലെ തന്നെ 1000-ഓളം ജാതകം എഴുതിയ ആളാണ് ഞാൻ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം ഉണ്ടാകാറുണ്ട്. ഇനി ഒരുപാട് ഇതുപോലെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.